നെറ്റൊന്ന് അടച്ചോളൂ. ആ വാതിൽ അടച്ചോളൂ. ആ നെറ്റുള്ള വാതിൽ മാത്രം അടച്ചോളൂ. ഇത് തക്കാളി സോസാണ് കേട്ടോ. തക്കാളിയുടെ സോസ്. തക്കാളി സോസ് ഇപ്പൊ തക്കാളിയും മിക്സിയിലടിച്ചത്. മിക്സിയിൽ തക്കാളി നമ്മൾ മുഴുവൻ തക്കാളി വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ചൂടാറാൻ വെക്കുക. തക്കാളി എടുത്ത് ചൂടാറാൻ വെക്കുക. അപ്പൊ അതിന്റെ തോല് സെപ്പറേറ്റായിട്ട് വരും. അപ്പൊ ആ തോല് മാത്രം കളയുക. എന്നിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അടിക്കുക. നമ്മൾക്ക് കളറിനായിട്ട് ഒരു ബീറ്റ്റൂട്ട് ഇട്ടിട്ടുണ്ട്. അതായത് പുറമേ ഒക്കെ അതിന്റെ എസൻസ് ബീറ്റ്റൂട്ട് തിളപ്പിച്ചോ? ആ ബീറ്റ്റൂട്ട് ഇല്ല കളറിന് നന്നായിട്ട് അരച്ചെടുക്കാം. തക്കാളിയുടെ പിന്നെ അങ്ങനെ തക്കാളിയുടെ ഉറപ്പുള്ള പോർഷൻ അതൊക്കെ മാറാൻ വേണ്ടി എല്ലാം അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമ്മളൊരു കിഴി കെട്ടിയിട്ടാണ് മസാലകൾ ആഡ് ചെയ്യുക. ഈ കിഴിയിൽ സവാള ഒരെണ്ണം വേണം, ഒരു 4-5 വെളുത്തുള്ളി വേണം, ഗ്രാമ്പു 1 ഗ്രാം, പട്ട 1 ഗ്രാം, ജീരകം 1 ഗ്രാം, ജാതിപത്രി 1 ഗ്രാം, ഏലക്ക 1 ഗ്രാം, പിന്നെ മുളക് പൊടി 10 ഗ്രാമും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കിഴി കെട്ടും. കിഴി കെട്ടിയിട്ട് അതിൽ നമ്മൾ ഇറക്കിയിടുക ചെയ്യാം. ഫസ്റ്റ് ടൈമിൽ നമ്മളിത് തുടങ്ങുമ്പോൾ നമ്മൾ ഉപ്പ് 10 ഗ്രാമിൻ്റെ ഒരു 1/4 പോർഷൻ എടുത്തിട്ട് ഇടും. അതുപോലെ പഞ്ചസാര 60 ഗ്രാമാണ് വേണ്ടത്. അതിൻ്റെ ഒരു 1/4 പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ കിഴി കൂടി കെട്ടിയിടണം. നമുക്ക് കിഴി കെട്ടിയത് സവാള, ഏലക്ക, ജാതിപത്രി, വെള്ളുള്ളി, ഗ്രാമ്പു, ജാതിപത്രി, ജീരകം, മുളക് പൊടി 10 ഗ്രാം. മധുരം 60 ഗ്രാമാണ് ടോട്ടൽ വേണ്ടത്. നമ്മൾ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു 3-1 ഇട്ടിട്ട് മധുരം 10 ഗ്രാമാണ്. ഏലക്ക, സവാള, തക്കാളി തക്കാളി 1 കിലോ വെച്ചാൽ നമുക്ക് പഴുത്തിന് വേണ്ടതാട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 1.5 kg തക്കാളി എടുത്തപ്പോഴാണ് ഇത്രയും പഴുപ്പ് 1 കിലോ പഴുപ്പ് കിട്ടിയത്. അത് ആ തക്കാളി എടുക്കാൻ 1 കിലോ കണക്ക് കറക്റ്റാണ് നല്ലത്. അപ്പോൾ 1 കിലോ എടുക്കും. ഒരു 1.5 കിലോ എടുത്ത് ഇതൊക്കെ പഴുപ്പിന് 1 kg പഴുപ്പിന് എത്ര വേണമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ 50 ml വിനാഗിരി ലാസ്റ്റ് ചേർക്കേണ്ടത്. നമ്മളത് എട്ടെണ്ണം 9 എണ്ണം വിനാഗിരി. മുളക് പൊടി, പഞ്ചസാര, ഉപ്പ്. അതിൽ മുളക് പൊടി ഉപ്പും 10 ഗ്രാം, പഞ്ചസാര 10 പിന്നെന്താ? പഞ്ചസാര 60 പഞ്ചസാര ഉപ്പും പഞ്ചസാരയും നമ്മൾ ടോട്ടൽ എടുത്ത് വെച്ചതിൽ 1% ചേർത്തിട്ടാണ് 10 ഗ്രാം. ഇതിൽ ഉപ്പും പഞ്ചസാരയും വിനാഗിരിയും ഒക്കെ ഇതിൽ നേരിട്ട് എൻ്റെ സിനി ഇത് എൻ്റെ സ്വന്തം സിനി എന്നിട്ട് നിനക്ക് തരുള്ളൂ. പിന്നെ പ്രശ്നം
കഴിഞ്ഞല്ലേ ഒരാളിനോട് ചക്ക ചോദിച്ചു. ഇങ്ങനെയാകുമ്പോൾ എന്നിട്ട് വീണ്ടും ഇട്ടാൽ ഇതാ സിട്രിക് ആസിഡ് അല്ല പഞ്ചസാര അപ്പൊ ഇത് ആദ്യമായിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ കുറച്ച് ആദ്യം കുറച്ചിട്ടായിരുന്നു പഞ്ചസാര ഉണ്ട്. ഇപ്പോൾ സിട്രിക് ആസിഡ് വിനാഗിരി ചേർക്കണം. ഞാൻ 5 മിനിറ്റ് മെയിൻ ചാർജാ അല്ലേ? നീ അതല്ലേ വിചാരിച്ചു? എടി നീ അതല്ലേ വിചാരിച്ചു? ഒരേ വേവിലേക്കുള്ള ആൾക്കാർ ഒരു സൈഡിൽ നിൽക്കുമ്പോഴാണ് ആ കല ഇതൊക്കെ കൂടിയോ ഇത് നമുക്ക് കൊണ്ടുപോകാം. അത് ടേസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ആളോട് ആ കഴിഞ്ഞിട്ട് വന്നു. സാറ് അടുത്ത ക്ലാസ്സിലുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിച്ചു അടുത്ത ക്ലാസ്സിൽ എന്തിനാടി സംശയിച്ച് പാവത്തിനെ മണി സോഡിയം ബെൻസോയേറ്റ് ഒരു തുള്ളി 16 മിനിറ്റ് കറക്റ്റ് 0.25 ഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു അതേപോലെ 2 അതിന് വരുന്നുണ്ടോ 5 അതിൽ വരൂലേ? 0.25 1 ഗ്രാം പോലും വേണ്ട. വേണ്ട ഇവർക്കിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനുണ്ട് അങ്ങനെ ഒരു നമ്മൾ കുറച്ച് കാലം വേണ്ട അത് കുറച്ചല്ലേ ഉള്ളൂ. വെക്കണ്ടേ? അപ്പോൾ നമ്മൾ സോഡിയം ബെൻസോയേറ്റ് പറഞ്ഞു കൊടുത്താൽ മതി. 0.25 ഗ്രാം ആണ്. അത് എഴുതി വെച്ചു. 25 ഗ്രാം. ഒരു കിലോനുള്ള കണക്കാണ് പറയുന്നത്. ഇപ്പം ഇതിന് ഇടുന്നില്ല. നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്ന കാരണം ഇടുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ കഴിക്കുന്ന സാധനത്തിൽ അത് ഇടണ്ട കൊക്കടയിൽ മാത്രം വിപരീതം മാത്രമേ ഈ കുട്ടി ക്ലാസ് പറയുന്നുള്ളൂ. എന്നിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ശരിയാകും കേട്ടോ. ഞാൻ അത് ഓഫ് ചെയ്യാൻ പോവാണേ. നമ്മളിപ്പോൾ ജാമ്പ് കോരി എടുക്കും അതേ ഒരു ഇത് തണുക്കുമ്പോൾ ഒന്ന് കട്ടിയാവും അല്ലേ? അത് ചൂടാകുമ്പോൾ നമുക്ക് സോസ് എപ്പോഴും കുറച്ച് ലൂസ് അവിടെയാണ്. കൈ ഷോൾഡർ പെയിനുള്ള ഫാൻ ഇടാം. അത് അതെ ഇനി ഇത് കുപ്പിയിലാണ് ആക്കണം. എന്നാൽ ഞാൻ അപ്പുറത്ത് പോയി ഇട്ടിട്ടെ